ഓണത്തിനു മുൻപ് പ്രവാസികൾക്ക് പെൻഷൻ അനുവദിച്ച UDF സർക്കാരിനെ ഗൾഫിലെ വിവിധ പ്രവാസി സംഘടനകൾ അഭിനന്ദിച്ചു. പിണറായി സർക്കാരിനെ പോലെ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് തുക വകമാറ്റാതെ വാക്കുപാലിച്ചതിന് സർക്കാരിന് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. 32 കോടി രൂപയാണ് പെൻഷൻ തുകയായി അനുവദിച്ചത്. അതേസമയം ഇത് പ്രവാസികൾക്കുള്ള ഓണസമ്മാനമായി എന്ന് വിലയിരുത്തപ്പെടുകയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രവാസി മലയാളികളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നിനാണ് UDF സർക്കാർ അതിവേഗത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെ പ്രവാസികൾക്കുള്ള പെൻഷൻ ഓണത്തിന് മുമ്പായി ബാങ്കുകളിലൂടെ എത്തിക്കും. ഇതിനായി 32 കോടി രൂപയാണ് UDF സർക്കാർ അനുവദിച്ചത്. കേരള സർക്കാരിന്റെ നടപടിയെ OICC, ഇൻഗാസ്, KMCC ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ സ്വാഗതം ചെയ്തു. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടിയെ അഭിനന്ദിച്ച് നിരവധി സംഘടനകൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഇത് ഏറെ ആശ്വാസകരമാണെന്ന് രാഷ്ട്രീയതീതമായി വിവിധ സംഘടനകൾ പ്രതികരിച്ചു. ഓണം പോലുള്ള പ്രധാന ആഘോഷവേളയിൽ പ്രവാസി പെൻഷൻ ലഭ്യമാക്കുന്നത് നാട്ടിലുള്ള പ്രവാസി കുടുംബങ്ങൾക്കും സന്തോഷവും ആശ്വാസവും നൽകുന്നതാണ്. വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകിയ പ്രവാസികൾ കൂടിയാണ് ഇപ്രകാരം സർക്കാർ ചേർത്തുപിടിച്ചത്. ഇത് പ്രവാസി സമൂഹത്തോടുള്ള UDF സർക്കാരിന്റെ പ്രതിബദ്ധത തെളിയിച്ചെന്നും വിലയിരുത്തപ്പെടുന്നു. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിനും നാടിനുമായി മാറ്റിവെച്ചവരാണ് പ്രവാസികൾ. അതിനാൽ വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പെൻഷന് മാറിയ കാലത്ത് വലിയ പ്രാധാന്യമുണ്ട്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന പ്രവാസികൾക്കും നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികൾക്കും ഈ പെൻഷൻ തുക വലിയ ആശ്വാസമാകുമ്പോൾ പുതുയുഗ കേരളത്തിന്റെ പ്രതീക്ഷ ഏറുകയാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.